അമ്പലമുറ്റത്ത് അണിനിരക്കാൻ 101 ആനകൾ വേണം. ഗജവീരന്മാരുടെ എണ്ണം 100 കഴിയുമ്പോൾ അപ്രത്യക്ഷമായ സ്വർണ്ണ കൊടിമരം താനേ വരുമെന്ന് ഒരു നാടാകെ വിശ്വസിക്കുന്നു. പക്ഷേ എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും 100 ആനകളെ ഈ അമ്പലമുറ്റത്ത് എഴുന്നള്ളിക്കാനാവുന്നില്ല. എണ്ണം തികയ്ക്കാൻ കൊണ്ടുവരുന്ന ആനകളൊക്കെയും ഇടഞ്ഞോടും, അല്ലെങ്കിൽ പാതി വഴിയിൽ മടങ്ങിപ്പോകും. ഒരമ്പലത്തിൽ അരങ്ങേറുന്ന അവിശ്വസനീയമായ ഒരു ആനക്കഥ ഇതാ. കൊല്ലം ജില്ലയിലെ ശൂരനാട് ആനയടി ക്ഷേത്രത്തിന് 1700-ലേറെ കൊല്ലത്തെ പഴക്കമുണ്ട്. കേരളത്തിൽ അപൂർവമായുള്ള നരസിംഹ ക്ഷേത്രങ്ങളിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രം ഏകദേശം ഇവിടുത്തെ ശിലാലിഖിതങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് 1700-ൽ പരം വർഷം പഴക്കമുള്ള ഒരു മഹത്തായ ക്ഷേത്രമാണെന്നാണ്. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ രൂപവും നരസിംഹത്തിൻ്റെ മന്ത്രവുമാണ് ഇതിൽ ഉപാസനാമൂർത്തിയായിട്ടുള്ളത്. രൂപത്തിലും ഭാവത്തിലുമെല്ലാം വിഷ്ണുവിൻ്റെ രൂപവും കൊടുത്തുകൊണ്ട് നരസിംഹത്തിൻ്റെ ആരാധന നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഏറെ സമ്പന്നമായിരുന്ന ഈ ക്ഷേത്രത്തിൽ സ്വർണ്ണ കൊടിമരവും ഉണ്ടായിരുന്നു. എന്നാൽ ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഇവിടുത്തെ സ്വർണ്ണ കൊടിമരം അടുത്തൊരിടത്ത് മറവ് ചെയ്തത്രേ. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് വളരെ സമ്പൽ സമൃദ്ധമായിരുന്ന ഈ ക്ഷേത്രത്തിൽ സ്വർണ്ണ കൊടിമരം, ഇന്നത്തെ പൂശുന്നതല്ലാത്ത ഒറിജിനലായിട്ടുള്ള സ്വർണ്ണ കൊടിമരം ഉണ്ടായിരുന്ന എണ്ണപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഈ ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. അപ്പോൾ ടിപ്പു മലബാറിൽ നിന്ന് തെക്കോട്ട് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ കരപ്രമാണിമാരും നാട്ടുകാരും കൂടി ചേർന്നുകൊണ്ട് ആ കൊടിമരം ഇതിനടുത്തുള്ള പുഞ്ചയിൽ എടുത്ത് നിക്ഷേപിക്കുകയും ആ നിക്ഷേപിച്ച കൊടിമരം വർഷങ്ങൾക്ക് ശേഷം ആ പുഞ്ചയിൽ ആണ്ടുപോയി. 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്തൊരു പുഞ്ചയിൽ നിന്ന് കൊടിമരത്തിന്റെ ചില അവശിഷ്ടങ്ങൾ കിട്ടി. എന്നാൽ കൊടിമരം എവിടെയാണെന്നത് സംബന്ധിച്ച് യാതൊരു തെളിവും കിട്ടിയില്ല. ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ദ്വാരപാലകന്മാരെയും അതുമായി ബന്ധപ്പെട്ട കൊടിമരത്തിലുള്ള മറ്റ് അഷ്ടദിക്പാലകന്മാരുടെയും ഒക്കെ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലെ, ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്തുള്ള മേൽശാന്തി അദ്ദേഹത്തിൻ്റെ കൈകളിൽ ലഭിക്കുകയും അത് ക്ഷേത്രത്തിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വർണ്ണ കൊടിമരം എവിടെയാണെന്നത് സംബന്ധിച്ച് ഇവിടെ ഒരു പ്രശ്നം വെച്ച് നോക്കി. ക്ഷേത്രനടയിൽ 101 ഗജവീരന്മാരെ എഴുന്നള്ളിച്ചാൽ അപ്രത്യക്ഷമായ കൊടിമരം താനേ വരുമെന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞതെന്ന് ഭക്തർ പറയുന്നു. ജ്യോത്സ്യ പ്രശ്ന വിധി പ്രകാരം തെളിഞ്ഞിട്ടുള്ളത്, ഇവിടെ എന്ന് ഭൗതികമായി 100 ആനയെ നേർച്ചയായി എഴുന്നള്ളിക്കുന്നുവോ അന്ന് ക്ഷേത്രത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണ കൊടിമരം വീണ്ടെടുക്കുവാൻ കഴിയും. തുടർന്ന് അതിനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ചു നടന്നു. അത്ഭുതമെന്ന് പറയട്ടെ, വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും 100 ആനയെ തികച്ച് ഈ അമ്പലത്തിൽ എഴുന്നള്ളിക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. നൂറാന എഴുന്നള്ളിക്കുന്ന സമയത്തെങ്കിൽ സ്വർണ്ണധ്വജ ഇവിടെ കിട്ടുമെന്നൊരു ഐതിഹ്യം പണ്ട് മുതലേ ഉണ്ട്. അതായത് 90 ആന വരെ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നിച്ച് എല്ലാ ആനയും കൂടെ ഇവിടെ സംയുക്തമായി കിട്ടിയിട്ടില്ല. കിട്ടുന്ന സമയത്ത് അത് കിട്ടുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. 100 ആനയെ ഒരുമിച്ച് എഴുന്നള്ളിക്കാൻ കഴിയാത്തത് പരിശ്രമത്തിന്റെ കുറവ് കൊണ്ടോ ഭക്തർ ആനയെ എഴുന്നള്ളിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടോ അല്ല. ഓരോ തവണയും ലക്ഷ്യം കാണാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കും. 100-ലേറെ ആനയെയും തയ്യാറാക്കി ഉത്സവമേളങ്ങൾക്ക് കൊടി ഉയരും. ആനകൾ ഇങ്ങനെ അമ്പലമുറ്റത്ത് നിരന്നു തുടങ്ങും. എന്നാൽ
300 ആനകളെ എഴുന്നള്ളിക്കാൻ നടത്തിയ ശ്രമം പക്ഷേ ഒടുവിൽ 100-ൽ താഴെ ഒതുങ്ങി. വർഷങ്ങളായി ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആനയെ നേർച്ചയായി എഴുന്നള്ളിക്കുകയോ അവരുടെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ധാരാളമായി ആളുകൾ നേർച്ചയുമായി ഈ ക്ഷേത്രത്തിലെത്തുകയാണ്. അപ്പോൾ പലപ്പോഴും 100 ആന എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി 105, 106 പേര് അപേക്ഷ തരാറുണ്ട്. പക്ഷേ ഉത്സവം എടുക്കുന്ന ആ ദിവസങ്ങളിൽ പലപ്പോഴും ആനകളിൽ ഏതെങ്കിലും ഒന്നിന് മതം പൊട്ടുകയോ മറ്റേതെങ്കിലും കാരണവശാൽ ആനകൾക്ക് പങ്കെടുക്കാൻ കഴിയാതെ 98, 97 എന്ന ക്രമത്തിൽ വന്ന് നിൽക്കുകയാണ്. 91 ആന എഴുന്നള്ളിക്കണം ആ സമയത്തെങ്കിലാണ് ധ്വജം കിട്ടുന്നതെന്നാണ് ഒരു ഐതിഹ്യം പറഞ്ഞിരിക്കുന്നത് ഇവിടെ. പക്ഷേ ആ ഐതിഹ്യത്തിന് ഉപോത്ബലകമായിട്ട് 101 ആനയെ ഒന്നിച്ചിവിടെ കിട്ടാറില്ല. അപ്പോൾ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ വന്നിട്ട് അത് മാറിപ്പോവുകയാണ്. അപ്പോൾ ഇനിയൊരു കാലദൈർഘ്യം കൂടാതെ തന്നെ കിട്ടുമെന്നാണ് ജനങ്ങളിൽ ഇപ്പോഴും വിശ്വാസം. മറ്റെല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് 100 ആനകളെ ക്ഷേത്രനടയിൽ എത്തിച്ചിട്ടും എഴുന്നള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആനകളിൽ ചിലത് കാരണങ്ങളൊന്നുമില്ലാതെ ഇടഞ്ഞോടുമത്രേ. എത്ര ആന ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ആനബഹളം ഉണ്ടായി, എല്ലാ വർഷങ്ങളും മിക്കവാറും ആനബഹളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ആർക്കും ഒരു അപകടവും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു പ്രാവശ്യം ആന ഇടയുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. നേരിട്ട് കാണുകയും പാപ്പാനെ വയലിട്ട് കുത്തുന്നത്, അത് 3-4 പ്രാവശ്യം ആന കുത്തിയേ പാപ്പാനെ കുത്തിയ സമയത്തും ആ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര പോലും പൊടിയാൻ അവസരം ഉണ്ടായിട്ടില്ല. അതിന് നരസിംഹസ്വാമി ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു 10,000-കണക്കിന് ഭക്തർ ഇവിടെ വരുന്നുണ്ട്. ഈ സമയത്ത് ഈ ഭക്തരുടെ ഇടയിൽ നിന്നൊരു കുട്ടി ആന വരണ്ടിട്ടുണ്ട്. അന്നും ഒരു ഭക്തന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോരയും ഇതുവരെ നരസിംഹസ്വാമി ഈ നാനടി നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്ത് വീണിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ചരിത്രം. നഷ്ടപ്പെട്ട സ്വർണ്ണക്കൊടിമരം കിട്ടാൻ സമയമാകാത്തതുകൊണ്ടാണ് നാളിതുവരെയായിട്ടും തങ്ങൾക്ക് 100 ആനകളെ ഒരുമിച്ച് എഴുന്നള്ളിക്കാൻ കഴിയാത്തതെന്ന് ക്ഷേത്രവിശ്വാസികൾ പറയുന്നു. അത് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് തീർച്ചയായും നമ്മുടെ കൊടിമരം കിട്ടുവാൻ സമയമായിട്ടില്ല, അതുകൊണ്ടാണ് ഈ 100 തികയാത്തത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ധ്വജം കിട്ടാനുള്ള ഒരു അവസരമായില്ല എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. സ്വർണ്ണക്കൊടിമരം വീണ്ടെടുക്കാനെന്നോണം നടത്തുന്ന ആന എഴുന്നള്ളത്തിന് പുറമെ സവിശേഷമായ ഒരു അനുഷ്ഠാനം കൂടിയുണ്ടിവിടെ. ജന്മദോഷമുള്ള കുട്ടികൾക്കായി നടത്തുന്ന ഒരു അപൂർവ ചടങ്ങ്. തങ്ങൾക്ക് പിറക്കുന്ന കുട്ടികളെ രക്ഷിതാക്കൾ ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കും. വിശ്വാസമൂർത്തിക്ക് അടിമകളായിത്തീരുന്ന കുട്ടികളെ പിന്നീട് അവർ വിലയ്ക്ക് വാങ്ങും. നക്ഷത്രങ്ങളിൽ അല്ലെങ്കിൽ ജനന സമയങ്ങളിൽ ഏതോ വലിയ വ്യാധി അല്ലെങ്കിൽ ആ കുടുംബത്തിന് ദോഷകരമായി ഭവിക്കുന്ന രീതിയിലുള്ള ജന്മസമയം ഉണ്ടാകുന്ന കലപ്പശൂലം എന്നാണ് സാധാരണ പഴമക്കാർ പറഞ്ഞു കേട്ടുള്ളൂ. ആ സമയങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും ആ വീട്ടിൽ തന്നെ വാഴുകയാണെങ്കിൽ, അവർ തുറന്നു പോവുകയാണെങ്കിൽ ആ കുടുംബം പൂർണ്ണമായും നശിക്കുന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അങ്ങനെയുള്ള ജനനം ഉണ്ടാകുമ്പോൾ അവരുടെ ഈ താന്ത്രിക വിധിപ്രകാരം ആനയടി ക്ഷേത്രത്തിൽ ഈ കുട്ടിയെ വിൽക്കുകയാണെങ്കിൽ അവിടെ സമർപ്പിച്ചിട്ട് അവിടുന്ന് തുക കൊടുത്ത് ഏറ്റുവാങ്ങി ആ കുഞ്ഞിനെ വളർത്തിയാൽ അവർ വലിയ ജ്ഞാനികളായിട്ട് അല്ലെങ്കിൽ ഭാവിയിൽ വലിയ നിലകളിലെത്തുമെന്നുള്ള ആ സങ്കല്പത്തിൽ ധാരാളം കുട്ടികളെ ഇങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് അടിമ വെക്കുക എന്ന് പറയുന്ന ചടങ്ങിലും നടത്തുന്നുണ്ട്. ക്ഷേത്രത്തിൽ അടിമയിരുത്തേണ്ട കുട്ടികളെ അവ്വിധം ചെയ്തില്ലെങ്കിൽ കടുത്ത ദോഷമുണ്ടാവും എന്നൊരു വിശ്വാസവും ഇവിടെ നിലവിലുണ്ട്. കോഴഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ഒരിക്കലും ആ കുട്ടിയെ കൊണ്ടുവരാൻ പറ്റാതെ വന്നപ്പോൾ കുട്ടിക്ക് വളരെ വലിയ ഒരു ഭ്രാന്തിന്റെ ലക്ഷണം പോലെ ആ ദിവസം കാണിക്കുകയും തൊട്ടടുത്ത ദിവസം ഒരു പ്രശ്നം നടത്തിയിട്ട് ഈ ക്ഷേത്രത്തിന്റെ ആ തിരുനാളിൽ ഭഗവാന്റെ കുട്ടിയായിട്ടാണ് പിന്നെ വളരുന്നത്. ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാത്തതിന്റെ ഫലമാണ് ഇതൊക്കെ ഉണ്ടായതും അതിന് വലിയ ഒരു പ്രശ്ന വിധിപ്രകാരം
അവർക്ക് അതിനുള്ള പാപദോഷ പരിഹാരാർത്ഥം ഒരുപാട് വഴിപാടുകൾ നടത്തി ഇന്ന് നിലനിന്ന് പോകുന്നുണ്ട് ആ ചടങ്ങ്. പരിസര പ്രദേശത്തെ നാനാജാതി മതസ്ഥരും ഈ ക്ഷേത്രത്തിലെ ശക്തി ചൈതന്യത്തെ അംഗീകരിക്കുന്നുണ്ടത്രേ. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിക്കാമെന്ന് അവരും നേർച്ച നേരുന്നു. ഈ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ ഹൈന്ദവ സമൂഹത്തിൽ ഉൾപ്പെടുന്നവർ മാത്രമല്ല. ക്ഷേത്രത്തിൽ ആനയെ നേർച്ചയായി എഴുന്നള്ളിക്കുന്നത് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള മുസ്ലിം സഹോദരന്മാരുണ്ട്, ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ധാരാളം ആളുകളുണ്ട്. നാനാജാതി മതസ്ഥരും അവരുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും നേർച്ചയായി വഴിപാടർപ്പിക്കുന്ന ഈ പ്രദേശത്തെ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ആനയെ എഴുന്നള്ളിക്കാമെന്ന് നേർച്ച നടത്തിയ ശേഷം വാക്ക് പാലിക്കാതിരുന്നാൽ ആനയെ സ്വപ്നം കാണുമത്രേ. പലരും നമ്മുടെ ക്ഷേത്രത്തിൽ അഭീഷ്ടകാര്യസിദ്ധിക്കായി ആനയെ നേർച്ച പറയുകയും അതെന്തെങ്കിലും സാഹചര്യത്തിൽ 1-2 വർഷത്തിനകം ആ നേർച്ച നിറവേറ്റാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് സ്വപ്നദർശനം ഉണ്ടായി അവരെ ഉണർത്തിക്കൊണ്ടുവന്നിട്ട് തൊട്ടടുത്ത വർഷം തന്നെ ആ നേർച്ച നടത്തുവാനുള്ള ഒരു സാഹചര്യം ഭഗവത് ദർശനത്തിലൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പറയിടലും അൻപൊലിയുമൊക്കെയായി മറ്റ് നിരവധി ആചാരങ്ങൾ ഇവിടെയുണ്ട്. അഭീഷ്ടസിദ്ധിക്കായി നടത്തുന്ന ഇത്തരം ആചാരങ്ങൾ ഫലം കാണുന്നതായി ഭക്തരും അവകാശപ്പെടുന്നു. ക്ഷേത്രത്തിൽ ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടി, എനിക്ക് വിശ്വാസമില്ലായിരുന്നു, ഒരു പരീക്ഷണത്തിന് വേണ്ടി വന്നു. എൻ്റെ അമ്മായിയമ്മ ആദ്യം പറഞ്ഞു, നീ ഈ ക്ഷേത്രത്തിൽ വിശ്വസിക്കണം ഇവിടെ വരുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവം ഇല്ല, വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന്. പിന്നെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, വസ്തു ഇല്ലായിരുന്നു. അപ്പം പിന്നെ ഞാൻ എല്ലാ വർഷവും പറയിടും, ഈ ഒരു നേർച്ചയാണ് ഈ അമ്പലത്തിൽ. ആനപ്പുറത്ത് ഈ ഭഗവാന്റെ വിഗ്രഹം എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അടുത്ത വർഷത്തെ ഉത്സവത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഞാൻ വിശ്വസിക്കാം, ആ മുറ്റത്ത് അൻപലി ഇടാമെന്ന് ഞാൻ നേർന്നു. 6 മാസം കഴിയുന്നതിന് മുമ്പായിട്ട് 20 സെന്റ് സ്ഥലം വാങ്ങിക്കാനുള്ള പൈസ ഞങ്ങൾക്ക് ഒക്കുകയും ഞങ്ങൾ ആ ഒരു കൊച്ചു പെര വെച്ച് ആ വർഷം അൻപലി ഇടുകയും ചെയ്തു. എനിക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി, ആർമിയിൽ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് 10-15 സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ റിക്രൂട്ട്മെൻറ്റ് പോയിട്ടുള്ളതാണ്. എങ്ങും ഒത്തില്ല. ലാസ്റ്റിൽ ഇവിടെ വന്ന് കരഞ്ഞു വീണ് ഞാൻ പറഞ്ഞു, എനിക്ക് 3 മാസം കൂടി ഉള്ളായിരുന്നു വയസ്സ് ഓവറാവാൻ. ഇവിടെ വന്ന് ഞാൻ കരഞ്ഞു വീണ് പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിച്ച് തരണം, ഞാനിപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് പോകുമ്പോഴേ എങ്ങനെയെങ്കിലും സാധിച്ചു തരണം, ഞാൻ ഇവിടെ ഒരു ആനയെ എഴുന്നള്ളിച്ചേക്കാമെന്ന് പറഞ്ഞു. ആ 3 വയസ്സ് ഓവറാണുള്ളപ്പോൾ എനിക്ക് ഭഗവാൻ ആ ജോലി തന്നു. ഇന്ന് ഞാൻ ആ സർവീസ് ചെയ്യുന്നു. ക്ഷേത്രത്തിലെ ആറാട്ടുകടവിൽ നിന്നൊരാൾ ഒരു കല്ലെടുത്തു കൊണ്ടുപോയത്രേ. കടുത്ത ദുർവിധിയാണ് അയാളെ കാത്തിരുന്നതെന്ന് വിശ്വാസികൾ പറയുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ളൊരു ആറാട്ടുകടവുണ്ട്. ഈ ആറാട്ടുകടവിൽ കുറേ പഴയ കല്ലുകൾ ഇവിടെ കിടപ്പുണ്ട്. ഈ കല്ലുകൾ എല്ലാവരും നോക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കടവിൽ കിടക്കുന്ന ഒരു കല്ലായതുകൊണ്ട് ഇത് ആർക്കും വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നൊരു തീരുമാനത്തിൽ തൊട്ടടുത്ത് അപ്പുറത്തെ കരയിലുള്ള ഒരാൾ ഈ കല്ല് അലക്കുവാനായിട്ട് എടുത്തുകൊണ്ട് പോയി. അടുത്ത് ആ കടവിൽ നിന്ന് മാറ്റി വേറൊരു കടവിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ കക്ഷിയുടെ ഈ കല്ല് എടുത്തുകൊണ്ട് പോയതിന് ശേഷം ഈ കക്ഷി ഒരു ദിവസം എവിടെ ഇറങ്ങുന്ന സമയത്ത് ഈ കക്ഷിയുടെ കാലിൽ ഒരു കുപ്പിച്ചിലുണ്ട്. ഈ കുപ്പിച്ചില് കേരളത്തിൽ ഏതെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും പൂർണ്ണമായിട്ട് കരിഞ്ഞിട്ടില്ല. അത് പഴുത്തുകൊണ്ടിരിക്കുന്നു. അവസാനം ഈ കാല് മുറിക്കേണ്ട അവസ്ഥ വരെ വന്നു, മുറിക്കും എന്നുള്ള അവസ്ഥ വരെ വന്നു. അപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 12 വർഷക്കാലം കൊണ്ട് ഈ ആള് ഈ മുറിവാട്ടിഞ്ഞ് നടന്നു. അവസാനം ഇദ്ദേഹത്തിന് ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് വിശ്വാസം വരാത്തതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ പ്രശ്ന പരിഹാരത്തിനായി പോയി നോക്കുകയും അവസാനം അവിടെ നിന്ന് തെളിഞ്ഞത് ആറാട്ടുകടവിൽ ആനേടി നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ടുകടവിൽ നിന്ന് ഒരു കല്ല് നിങ്ങൾ എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്, ഈ കല്ല് അവിടെ തിരിച്ചുകൊണ്ടിട്ടാൽ ഈ രോഗം മാറും എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം അന്ന് തന്നെ വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോയത് യഥാർത്ഥത്തിൽ എൻ്റെ ചേട്ടനും കൂടിയായിരുന്നു. അവർ തൊട്ടടുത്ത് തുണി അലക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയതായിരുന്നു. അവർ പിന്നീട് വന്നിട്ട് വലിയ ചെങ്ങാടം കെട്ടിയിട്ട് ഈ ചെങ്ങാടം അലങ്കരിച്ചു. എന്നിട്ട് അതിനകത്ത് അപ്പുറവും ഇപ്പുറവും എല്ലാം വള്ളത്തിലൊക്കെ ചെണ്ടമേളമൊക്കെ വെച്ചുകൊണ്ട് വിളക്കൊക്കെ എത്തിച്ച് വളരെ ആദരവോടുകൂടി അവർ ആ കല്ല് അവിടെ തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്തു. ആ കല്ല് അവിടെ തിരിച്ചു കൊണ്ടിട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാലിപ്പോൾ പൂർണ്ണമായിട്ട് കരിയുകയും ചെയ്തു. ഉഗ്രമൂർത്തിയായ നരസിംഹത്തിന്റെ കോപം കൊണ്ട് ഒരിക്കൽ ഇവിടെ കനത്ത നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടത്രേ. ഇപ്പോഴും ക്ഷേത്രത്തിന്റെ ദർശന വഴിയിൽ വീട് വയ്ക്കാൻ ആരും ധൈര്യപ്പെടാറില്ലെന്നും ഭക്തർ പറയുന്നു.
ഈ കരക്കാർക്കുണ്ടായിരുന്നു, ധാരാളം കഷ്ടനഷ്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉണ്ടാകുന്ന ഈ തീരാവ്യാധികൾ, അസുഖങ്ങൾ, അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് ഈ കരയിലുള്ള ആളുകൾ പ്രശ്നം വയ്ക്കുകയും ദൈവജ്ഞന്മാർ പറഞ്ഞത് നരസിംഹമൂർത്തിയുടെ കോപം കൊണ്ടാണ് ഈ കരയിലുള്ള ആളുകൾക്ക് ഇങ്ങനെ അനിഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ ശക്തി അല്പം കുറച്ചില്ല എങ്കിൽ കിഴക്കേ കരയിൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി വരുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായും ദോഷമുണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണിത്. തന്നെയല്ല, ഇന്നും അദ്ദേഹത്തിൻ്റെ ആ ക്ഷേത്രത്തിന് നേരെ മുൻവശമുള്ള പ്രദേശങ്ങളിൽ ഇന്നും വീടുകളില്ല. അഞ്ജനശിലയിൽ തീർത്ത വിഗ്രഹം എന്നൊരു പ്രത്യേകതയും ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കുണ്ടത്രേ. അഞ്ജനശിലയിൽ നിർമ്മിതമായിട്ടുള്ള ശംഖുചക്ര ഗദാപത്മധാരിയായ വൈഷ്ണവേശ്വര വിഗ്രഹമാണുള്ളത്. ആനക്കഥയിലെ കൗതുകം ഞങ്ങൾക്കിപ്പോഴും വിസ്മയമായി തുടരുന്നു. അവിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ഉത്സവത്തിന് അവർക്കും കൂടാം. നൂറാനയെ അണിനിരത്താൻ കഴിഞ്ഞാൽ സ്വർണ്ണ കൊടിമരം താനേ വരുമോ എന്ന് കണ്ടറിയാം. 100 ആനയെ അണിനിരത്തിയിട്ടും കൊടിമരം കിട്ടിയില്ലെങ്കിൽ എന്തിനീ അന്ധവിശ്വാസങ്ങളെന്ന് ഉറക്കെ ചോദിക്കാം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയർക്കോണം, PO, തിരുവനന്തപുരം.